എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. LP UP ഇൻ്റർവ്യൂവിന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത മറ്റൊരു സബ്ജക്റ്റാണ് സൈക്കോളജി. സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. OMR എക്സാമിനും ഇൻ്റർവ്യൂവിനും ഒരുപോലെ പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റ്യനാണ് ആദ്യം പറയാൻ പോകുന്നത്. അതായത് ചിത്ര കാർഡുകൾ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോകാറുണ്ടല്ലേ. ഒരു സൈഡിൽ ഒരു വേർഡും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം എന്തെയും മറുഭാഗത്തും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉദാഹരണത്തിന് കാർഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു മാംഗോയുടെ ചിത്രവും മറുഭാഗത്ത് മാംഗോ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പഠനോപകരണം അധ്യാപിക എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് അനുബന്ധന സിദ്ധാന്തമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ അനുബന്ധന സിദ്ധാന്തം. പരസ്പരം ആ ചിത്രവും വേർഡും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ആ സിദ്ധാന്തം എന്താണ്? അനുബന്ധന സിദ്ധാന്തം. അപ്പോൾ ഇത് ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അനുബന്ധന സിദ്ധാന്തം ആവിഷ്കരിച്ചത് പാവ്ലോവാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. നായയിലൊക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആര്? പാവ്ലോവ്. അപ്പോൾ ഇൻ്റർവ്യൂവിനായതുകൊണ്ട് തന്നെ നമുക്ക് ആധികാരികമായിട്ടൊന്നും എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തിയാണ് തോണ്ടൈക്ക് അല്ലേ. തോണ്ടൈക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അപ്പോൾ പ്രൈമറി തലത്തിൽ ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് അല്ലേ. എന്താണ് സന്നദ്ധതാ നിയമം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ. ഒരു പഠിതാവ് പഠിക്കാനായിട്ട് സന്നദ്ധനായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവും. അതാണ് സന്നദ്ധത. അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതാണ് സന്നദ്ധതാ നിയമം. പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ കുട്ടി പോകുമ്പോഴത്തേക്കും അല്ലേ ഏതവസ്ഥയിലാണ് അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ആദ്യം അധ്യാപകനോ അധ്യാപികയോ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, പഠനത്തിലോട്ട് പോകണം. ആ ഒരു നിയമത്തെ പിൻബലപ്പെടുത്തിയുള്ളതാണ് സന്നദ്ധതാ നിയമം. രണ്ടാമത്തത് എന്താണ്? ഫല നിയമം. പേര് പോലെ തന്നെ ആ സന്നദ്ധനായിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള പഠനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫലവത്തുള്ളതായിരിക്കും. മൂന്നാമത്തെ എന്താണ്? അഭ്യാസ നിയമം. അഭ്യാസ നിയമത്തിൻ്റെ മറ്റൊരു പേരാണ് ആവർത്തന നിയമം അല്ലേ. അതായത് കിട്ടിയ അറിവിനെ അധ്യാപകൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് അവനുമായിട്ട് ഇടപെട്ട് അതിനെക്കുറിച്ച് ചോദിക്കുന്നതിലൂടെ കിട്ടിയ അറിവ് എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ ഇരുത്തം വന്ന് അവനിലോട്ടത് എന്താണ് പൂർണ്ണമായിട്ടുള്ള അറിവ് കുട്ടിയിൽ ലഭിക്കുന്നു. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം അനുസരിച്ചിട്ട് കുട്ടിക്ക് കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, അത് എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ അത്രയും കൂടുതൽ എന്ത് ചെയ്യും, അതവനിൽ നിലനിൽക്കും. അപ്പോൾ കാണാതെ പഠിക്കേണ്ട, ഇത് കേൾക്കുമ്പോൾ തന്നെ ആ വേർഡുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ടും തോണ്ടൈക്കിൻ്റെ സിദ്ധാന്തമാണെന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തിയാണ് ജെറോമസ് ബ്രൂണർ അല്ലേ. ബ്രൂണറുടെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്? കണ്ടെത്തൽ പഠനം വരുന്നു, ചാക്രി ആരോഹണ രീതി, ആശയാധാന മാതൃക, ഇതെല്ലാം ബ്രൂണറുടെ സംഭാവനകളാണ്. ഇതൊക്കെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ ഓരോന്ന് കാണുന്നത് അല്ലേ നിരീക്ഷണം നടത്തിയും താരതമ്യം ചെയ്തും തരം തിരിച്ചും അവൻ എന്ത് ചെയ്യുന്നു, ഒരു നിഗമനത്തിലെത്തുന്നു. അതിൽ നിന്ന് അവനൊരു പുതിയ ആശയത്തിലോട്ട് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് ആശയാധാന മാതൃക അല്ലേ. അപ്പോൾ കണ്ടെത്തൽ പഠനം എന്താണ്? സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഒക്കെ ഉപയോഗിച്ച് അവനവന് വേണ്ടുന്ന പഠനം സ്വന്തമായിട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അവനവന് വേണ്ടുന്നത് അവൻ തന്നെ സ്വയം എന്ത് ചെയ്യുകയാണ്, കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത്. ചാക്രി ആരോഹണ രീതിയോ കുട്ടിക്ക് നൽകുന്ന പഠനാനുഭവങ്ങൾ ഓരോ ഘട്ടത്തിലും അനുയോജ്യമായിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം അല്ലേ. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ കൊടുക്കുന്ന അറിവല്ല കുട്ടിക്ക് 2-ാം ക്ലാസ്സിലാവുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പം ചെറുതിൽ നിന്നും വലുതിലോട്ടെന്നുള്ള ക്രമത്തിൽ, അതായത് പാഠ്യവസ്തുക്കളെ ഒരു സ്പൈറൽ രീതിയിൽ ക്രമീകരിക്കുന്നു. അതുവഴി എന്താണ്, ഓരോ യൂണിറ്റും ക്രമീകൃതമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ച് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അധ്യാപകൻ നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് ചാക്രി ആരോഹണ രീതി. അതുപോലെ തന്നെ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് ഏറെ സ്വാധീനിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് വൈഗോട്സ്കി അല്ലേ. വൈഗോട്സ്കിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം അല്ലേ, ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സാംസ്കാരിക ഉപകരണങ്ങൾ, കൈത്താങ്, ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അറിയാമല്ലേ, സമീപസ്ഥ വികസന മണ്ഡലം എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ പഠിതാവിനും ഒരു സ്വന്തം നിലയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലെവലുണ്ടായിരിക്കും. മുതിർന്ന ഒരു വ്യക്തിയുടെയോ അധ്യാപകൻ്റെയോ
ആരുടെയോ ആരുടെയെങ്കിലും അറിവുള്ള ഒരാളിൽ നിന്നും കിട്ടുന്ന മാർഗ്ഗനിർദ്ദേശത്തിലൂടെ കിട്ടുന്ന ഒരു മേഖലയും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ഒരു തലമാണ് എന്താണ് ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമ. അതൊക്കെ OMR എക്സാമിന് നമ്മളൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി സാംസ്കാരിക ഉപകരണങ്ങൾ വെച്ചാൽ എന്തൊക്കെയാണ് ഇപ്പോൾ സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ അത് ഭൗതികമായിട്ടുള്ള ഉപകരണങ്ങളാവാം, സാങ്കേതികമായിട്ടുള്ളവയാവാം, മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ അതിനെ നമുക്ക് ഉപകരണങ്ങൾ, സാംസ്കാരിക ഉപകരണങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ ഗണിതം പഠിപ്പിക്കാനായിട്ട് കയറുന്ന അധ്യാപകൻ്റെ കയ്യിൽ അതിനുള്ള ഉപകരണങ്ങൾ കയ്യിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മഞ്ചാടിക്കുരുവോ പേപ്പർ കട്ടിങ്സോ വടിയോ കല്ലോ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഭൗതികമായിട്ടുള്ള ഉപകരണങ്ങളായിരിക്കും. അപ്പോൾ എണ്ണൽ സമ്പ്രദായമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചിഹ്ന സമ്പ്രദായങ്ങൾ പഠിപ്പിക്കാനുള്ള സൂത്രവാക്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മാനസിക ഉപകരണങ്ങളായിട്ട് മാറി അല്ലേ. ആവർത്തിച്ച് എഞ്ചുപടി പഠിപ്പിക്കുന്നു, അത് മാനസിക ഉപകരണമാണ്. ഭൗതിക ഉപകരണങ്ങളും മാനസിക ഉപകരണവും തമ്മിൽ എന്താണ് വ്യത്യാസം? മാനസിക ഉപകരണങ്ങളെന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള അവൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ളവയായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എഞ്ചുപടി ആധികാരികമായിട്ട് അവനെ അറിയില്ല എങ്കിലും കാണാതെ കുറേ വട്ടം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവനത് സ്വാഭാവികമായിട്ടും പഠിച്ചെടുക്കുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വൈഗോട്സ്കിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ലേ എന്താണ് ZPD എന്നോ അതുകൊണ്ട് ക്ലാസ് റൂമിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാലും, സാംസ്കാരിക ഉപകരണങ്ങളെക്കുറിച്ച് ചോദിച്ചാലും അതുപോലെ തന്നെ കൈത്താങ്ങിനെ കുറിച്ച് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആയിരിക്കണം. കൈത്താങ് എന്താണെന്ന് പറയേണ്ട കാര്യമല്ലേ. എന്താണ് കൈത്താങ്? തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് അവനെ പ്രാപ്തനാക്കുന്ന രീതിക്ക് കുട്ടിക്ക് നൽകുന്ന താൽക്കാലിക സഹായമാണ് കൈത്താങ് അല്ലേ. പഠിതാവിന് അവൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനികമായിട്ടുള്ളൊരു ഘടനയാണ് കൈത്താങ്. കൈത്താങ് ഒരു അധ്യാപകനോ മുതിർന്ന ഒരു വ്യക്തിക്കോ അറിവുള്ള ക്ലാസ്സിൽ തന്നെയുള്ള മറ്റൊരു കുട്ടിക്കോ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് കൈത്താങ് നൽകാനായിട്ട് കഴിയും. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് തന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാലോ. ഇപ്പം നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു പാഠഭാഗം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടെത്തി. ആ സമയത്ത് ആവശ്യം വേണ്ട സൂചനകൾ, മുന്നേ പഠിച്ച കാര്യമായിരിക്കാം കുട്ടി ചിലപ്പോൾ, ആവശ്യം വേണ്ട സൂചനകൾ നൽകുമ്പോൾ എന്ത് ചെയ്യും? അവൻ ആ വിഷയം മനസ്സിലാക്കുകയും അതിൻ്റെ മറുപടി എന്ത് ചെയ്യുന്നു? കുട്ടി തന്നെ സ്വയം പറയുകയും ചെയ്യുന്നു അല്ലേ. വിശദീകരണങ്ങൾ കൊടുക്കാം, അതുപോലെ തന്നെ ഉദാഹരണങ്ങൾ പറയാം, അതുപോലെ തന്നെ ചിന്തയെ നയിക്കാവുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം. മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കുട്ടിക്ക് പ്രാപ്തമായ രീതിയിലുള്ള കൈത്താങ് നൽകാനായിട്ട് കഴിയും. അതിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? ആർജിതമായ അറിവിനെ അവൻ ഉപയോഗപ്പെടുത്തും അല്ലെ. മുൻകൂട്ടിയുള്ള അറിവ് അവൻ ഉപയോഗപ്പെടുത്തിയെടുക്കും. അതുപോലെ തന്നെ ഒരു പ്രശ്നം കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് കുട്ടിക്കുള്ള അനുഭവങ്ങൾ കുട്ടി എന്ത് ചെയ്യണം? ക്ലാസ്സിൽ പങ്കുവയ്ക്കും. ഭാഗികമായിട്ടുള്ള പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ എന്ത് ചെയ്യാം? അവതരിപ്പിക്കാം. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കുട്ടിക്ക് പ്രൈമറി തലത്തിൽ കുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള കൈത്താങ് നൽകാനായിട്ട് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് കഴിയും. ലളിതമായി പറഞ്ഞാൽ പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചിട്ടുള്ള സഹായങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും വേണ്ട പോലെ എന്ത് ചെയ്യാം? നൽകുന്നതിനെയാണ് കൈത്താങ്ങു നൽകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫ്രോബൽ ആരാണ്? കിൻഡർ ഗാർഡൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഫ്രെഡറിക് ഫ്രോബൽ. മറ്റൊരു വ്യക്തിയാണ് ഹൊവാർഡ് ഗാർഡനർ. ഗാർഡനറെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ആര്? ഗാർഡനർ. അപ്പോൾ ഗാർഡനറുടെ 9 തരത്തിലുള്ള ബുദ്ധി സിദ്ധാന്തങ്ങളുണ്ടല്ലേ. ഭാഷാപര ബുദ്ധി, യുക്തിചിന്താപരം, ദൃശ്യസ്ഥലപരം, അങ്ങനെയുള്ള ബുദ്ധി സിദ്ധാന്തങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ കുട്ടികളിലെ ഭാഷാ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഷാബോധനത്തിൻ്റെ ഒരു ക്രമം അറിയാമല്ലോ. ശ്രവണം, ഭാഷണം, വായന, ലേഖനം, LSRW. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഭാഷയുമായിട്ട് പറയുമ്പോൾ തന്നെ നോം ചോംസ്കി കൂടെ ഓർത്ത് വയ്ക്കണം അല്ലെ. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ചോംസ്കി. അപ്പോൾ ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോം ചോംസ്കിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായ 2 തലങ്ങളിലൂടെയാണ് വികാസം നടക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തിയും നോം ചോംസ്കിയാണ്. ഇതെല്ലാം പഠിക്കുന്നതിനൊപ്പം തന്നെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും കൂടെ നമ്മൾ പഠിച്ചേക്കണം അല്ലേ. ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് അല്ലെങ്കിൽ കുട്ടിയിലുണ്ടാകുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അത് നമുക്ക് വിലയിരുത്താനുള്ള ഒരു ധാരണയും കൂടെ അധ്യാപകന് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. ആത്മനിഷ്ഠ രീതി, നിരീക്ഷണ രീതി, ഇതൊക്കെ നമുക്ക് പക്ഷേ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ മുന്നിലോട്ട് പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ളത് ഇതിൽ ചിലത് മാത്രമേ കഴിയുന്നുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ.
ഇപ്പോൾ ഈ പ്രീ പ്രൈമറി കുട്ടികളിലും അതുപോലെ തന്നെ പ്രൈമറി കുട്ടികളിലുമൊക്കെ നമുക്ക് അവരെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയാണ് നിരീക്ഷണം എന്നുള്ളത്, അല്ലേ? കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അധ്യാപിക അവരുടേതായ കാഴ്ചപ്പാടുകൂടി നിരീക്ഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയെ വിലയിരുത്താനായിട്ട് സാധിക്കും. ഇനി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കേട്ടോ, സഞ്ചിത രേഖ. എന്താണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്? അതായത് കുട്ടികളെ വ്യക്തമായി അറിയാനും പഠിക്കാനും പഴയ കാലം മുതൽ സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവരിൽ നിന്നും സ്വീകരിക്കണം, അല്ലേ? ആ രീതിയെ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായിട്ടുള്ള ഒരു റെക്കോർഡാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഞ്ചിത രേഖകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? കുട്ടിയുടെ കാര്യശേഷി, മാനസിക പക്വത, അവൻ നേടിയ പഠനത്തിൻ്റെ ആകെത്തുക അല്ലെങ്കിൽ പഠന നേട്ടം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താല്പര്യങ്ങൾ, പഠനമല്ലാതെ മറ്റുള്ള വിഷയങ്ങളിലുള്ള കുട്ടിയുടെ താല്പര്യം, സാമൂഹിക പശ്ചാത്തലം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സഞ്ചിത രേഖയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു ചോദ്യമാണ് എന്താണ് ഉപാഖ്യാന രേഖ? അത് കുട്ടികളിലുള്ള അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ, പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്ന, അല്ലെ, സ്വാഭാവികമായിട്ടുള്ളതല്ല. എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കുട്ടി നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത രീതിയിൽ കുട്ടി എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അത്തരം സവിശേഷമായിട്ടുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഉപാഖ്യാന രേഖ. അപ്പോൾ ഉപാഖ്യാന രേഖയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്താണ്? കുട്ടിയുടെ പേര് വേണം, അല്ലേ? ആ സംഭവ വിവരണം എന്താണ്, കുട്ടിയിൽ നിന്ന് നമ്മൾക്കുണ്ടായ ആ ഒരു സംഭവം അതിനെ വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കോളങ്ങളുണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വ്യാഖ്യാനിച്ച് എഴുതണം. അതാണ് ഉപാഖ്യാന രേഖയിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതൊന്നുകൂടെ പറയാം, കുട്ടികളിലെ ശാരീരികവും മാനസികവും സാമൂഹികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് സഞ്ചിത രേഖ. അപ്പോൾ ഉപാഖ്യാന രീതി എന്താണ്? കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നുവെന്നും ആ ഒരു അവസ്ഥയിൽ, അല്ലെ, ആ സഹായ മനസ്കത എന്നീ സ്വഭാവങ്ങൾ കണ്ടെത്തുന്നതിനുള്ള, കുട്ടിയിലെ സത്യസന്ധത മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ഉപാഖ്യാന രീതി. അപ്പോൾ ചെക്ക് ലിസ്റ്റ് ആണെങ്കിലോ ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ അല്ല, 2-3 കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ലിസ്റ്റിലൂടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാമൂഹിക സൂക്ഷ്മദർശിനി, അല്ലെ, സാമൂഹിക സൂക്ഷ്മദർശിനി അല്ലെങ്കിൽ സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പഠന രീതിയാണ് കേസ് സ്റ്റഡി, അല്ലെ? നമുക്കൊരു വ്യക്തിയെ, പ്രശ്നം നേരിടുന്ന ഒരു കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുത്തിട്ട് അവന് നമുക്ക് എന്താണ് ഫലപ്രദമായിട്ട് ഉള്ള രീതിയിൽ ചെയ്യുന്നതാണ് കേസ് സ്റ്റഡി. അപ്പോൾ ആദ്യം അതിനായിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള കൽപ്പനകളെല്ലാം രൂപപ്പെടുത്തുന്നു, സ്ഥിതി വിവര ശേഖരണം നടത്തണം, സമന്വയിപ്പിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, കേസ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ഒരു സജീവ പഠന രീതി എന്നറിയപ്പെടുന്നത് ക്രിയാഗവേഷണമാണ് കേട്ടോ. ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് ആരാണ്? സ്റ്റീഫൻ എം കോറി. നമ്മൾ ടെസ്റ്റിനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറി. അപ്പോൾ നിരന്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു അധ്യാപകൻ അത് വീക്ഷിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ട്, വിവരങ്ങളൊക്കെ ശേഖരിച്ച് അപഗ്രഥിച്ച് അപ്പോൾ തന്നെ അനുയോജ്യമായ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുന്ന രീതിയാണ് ക്രിയാഗവേഷണം. ക്രിയാഗവേഷണത്തിൽ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഘട്ടങ്ങളുണ്ട് കേട്ടോ. വിവരങ്ങൾ വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം ശേഖരിക്കേണ്ടത്. അതിൻ്റെ പരികല്പന രൂപീകരിക്കൽ, വിലയിരുത്തലുണ്ട്, പ്രശ്നത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ, അത് എവിടെ നിന്നാണ് അതിൻ്റെ സ്രോതസ് എന്നുള്ള വിവരം ശേഖരിക്കണം. അതുപോലെ തന്നെ പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ, പ്രയോഗിക്കൽ, വിലയിരുത്തൽ, ഇതെല്ലാം ക്രിയാഗവേഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സൈക്കോളജിയിൽ പ്രധാനപ്പെട്ട ഇത്രയും ഭാഗങ്ങൾ നമ്മൾ നോക്കി. അതിനൊപ്പം തന്നെ ഈ പാഠ്യപദ്ധതിയുടെ ഇതും കൂടെ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പാഠ്യപദ്ധതി കൂടെ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവർ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതിൽ തന്നെ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടുണ്ടല്ലേ, അതെന്ത് ചെയ്യണം, അതിന് കുറേ വർഷങ്ങളുണ്ട്, അതൊക്കെ നോക്കണം. അപ്പോൾ ഇടയ്ക്കുന്നൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ പ്രധാനമായിട്ടും 2007 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് വരുന്നത് ആശയ അവതരണ രീതി, ഉദ്ഗ്രഥിത സമീപനം, ബഹുമുഖമായ ബുദ്ധിയുടെ വികാസം, അറിവിൻ്റെ നിർമ്മാണം, ഇതെല്ലാം 2007 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഒപ്പം തന്നെ 2013 പാഠ്യപദ്ധതി പരിഷ്കരണവും കൂടെ എന്ത് ചെയ്യണം, ഓർത്തു വയ്ക്കണം, അതും കൂടെ പഠിച്ചു വയ്ക്കേണ്ടതാണ്.
അപ്പോൾ ഈ 2013 പാഠ്യപദ്ധതി പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാഠപുസ്തകങ്ങളും അനുബന്ധമായ ടീച്ചർ ടെക്സ്റ്റുകളും എന്ത് ചെയ്യുന്നത്, വികസിപ്പിച്ചെടുക്കുന്നത്. അതുകൂടെ ഓർത്തു വയ്ക്കണേ, 2013 പാഠ്യപദ്ധതി പരിഷ്കരണം. ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾക്ക് വരുമ്പോൾ തന്നെ അത് ഏതൊക്കെ മേഖലയെ സ്വാധീനിച്ചു എന്നുള്ളൊരു ചോദ്യം വരാം കേട്ടോ. അത് അക്കാദമിക മേഖലയെ സ്വാധീനിക്കുന്നുണ്ട്, ഭൗതിക മേഖലയെ സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള മേഖലയെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്കാദമിക മേഖല എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ വിഷയത്തിനും പഠന ലക്ഷ്യം അല്ലെങ്കിൽ പാഠ്യ ലക്ഷ്യത്തോടു കൂടി തന്നെ ആ പാഠ്യപദ്ധതി നവീകരിക്കാനായിട്ടുള്ള സാധ്യത, പിന്നെ കുട്ടികളുടെ ചിന്താ സർഗശേഷി വികസനം, ഇതെല്ലാം അക്കാദമി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒപ്പം തന്നെ പഠന പ്രവർത്തനങ്ങൾ, അതിൽ കുട്ടികളുടെ പങ്ക് വിലയിരുത്തുക, പിന്നെ എല്ലാവരും തുല്യ പരിഗണന ഉറപ്പാക്കുക, എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണന ഉറപ്പാക്കുക, ഇതെല്ലാം അക്കാദമിക മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ പിന്നെ ഭൗതിക മേഖലയിലോ വിദ്യാലയത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ, സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉറപ്പ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്, ഭൗതിക മേഖല. ചുരുക്കി പറയുന്നതാണ് കേട്ടോ, ഒത്തിരി പോയിന്റുകളുണ്ട്, അതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ സാമൂഹിക മേഖലകൾ അല്ലേ, സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്, മദർ PTA, ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ MPTA എന്താണെന്നുള്ളത്. അല്ലേ, MPTA എന്താണ്, മദർ PTA, ക്ലാസ് PTA, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി, വിദ്യാലയ സമിതി, വികസന സമിതി, വിദ്യാലയ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഇതെല്ലാം തന്നെ സാമൂഹിക മേഖലകളിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ആവർത്തിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാനുള്ള സമയമില്ല കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ അല്ലേ, അപ്പോൾ വേഗത്തിലൊന്ന് ഞാനിങ്ങനെ ഓടിച്ചു പറഞ്ഞു പോകുന്നതാണേ. ഇനി മറ്റൊരു ചോദ്യമാണ് കേട്ടോ, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ അധ്യാപക കേന്ദ്രീകൃത പഠനമാണോ നല്ലത്, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനമാണോ നല്ലത്, നിങ്ങളത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോൾ അതൊക്കെ നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് മാനസികമായിട്ട് പ്രിപ്പയർ ആയിട്ട് പോവുക. ഇനി ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ളത് ബോധന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ. ഒന്നാമത് വിവരണം അല്ലെങ്കിൽ നരേഷൻ, എന്താണ്, മറ്റുള്ളവരുടെ അറിവിലേക്കായി നടത്തുന്ന സംഭവ വിവരണം, വാചികമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ് വിവരണം എന്ന് പറയുന്നത്. ഇനി വർണ്ണനം എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും അല്ലേ. എന്താണ്, വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിനെയോ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, ചിത്രീകരണത്തിലൂടെ ചിത്രീകരിച്ച് പിന്നെ പ്രക്രിയ നടത്തുന്നതിനെയാണ് വർണ്ണനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശദാവതരണം എന്താണ്, അവതരണം എന്ന് പറയുമ്പോൾ പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവതരിപ്പിക്കപ്പെടുന്നു. അല്ലെ, ഓരോ കാര്യവും നമ്മൾ ഓരോന്ന് എക്സാമ്പിൾ സഹിതം ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പുനരവലോകനം വരുന്നുണ്ട് അല്ലെ, വീണ്ടും ഉള്ള ഒരു അവലോകനം, പാനൽ ചർച്ച വരുന്നുണ്ട്, സംഘചർച്ച, നാടകാവിഷ്കരണം, റോൾ പ്ലേയിങ്, ഇതെല്ലാം തന്നെ ബോധന തന്ത്രങ്ങളാണ്. ഇനി എന്താണ് വിഭവ യൂണിറ്റ് എന്ന് വെച്ചാൽ, വിഭവ യൂണിറ്റ് പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് നൽകുന്ന രൂപരേഖയാണ് കേട്ടോ വിഭവ യൂണിറ്റ്. ഇനി അതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉദ്ഗ്രഥിത പഠനം. എന്താണ്, പ്രൈമറി ക്ലാസ്സുകളിലെ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നില്ല അല്ലേ, അവ എന്താണ് ചെയ്യുന്നത്, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികളെ ഉദ്ഗ്രഥിത സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ശാസ്ത്രം, ഭാഷ, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, ഇവ എല്ലാ വിഷയങ്ങളും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി പ്രകൃതി അനുകൂലമായി പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠന രീതിയാണ് ഉദ്ഗ്രഥിത പഠനം. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മൂല്യനിർണ്ണയ രീതികളെക്കുറിച്ച് പഠിക്കണം അല്ലേ. എന്തൊക്കെ തരത്തിലുള്ള മൂല്യനിർണ്ണയ രീതികളുണ്ട്, സംരചന മൂല്യനിർണ്ണയമുണ്ട്, ആത്യന്തിക മൂല്യനിർണ്ണയമുണ്ട്. അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷനുണ്ട്, സമ്മേറ്റീവ് ഇവാലുവേഷനുണ്ട്. എന്താണ് സംരചന എന്ന് വെച്ചാൽ, ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും ഫീഡ്ബാക്ക് അപ്പോൾ നൽകുന്നതാണ് സംരചന മൂല്യനിർണ്ണയം അല്ലെ. പോരായ്മകളെ അപ്പോൾ തന്നെ പരിഹരിക്കാനാവുന്ന രീതിയിലായിരിക്കും നിരന്തരമായി നടക്കുന്ന വിലയിരുത്തലും കൂടെയാണ് എന്താണ് സംരചന മൂല്യനിർണ്ണയം. അപ്പോൾ തന്നെ മൂല്യനിർണ്ണയം നടത്തിപ്പോകുന്നത് സംരചന മൂല്യനിർണ്ണയം. അപ്പോൾ ആത്യന്തിക മൂല്യനിർണ്ണയമോ ഒരു യൂണിറ്റോ പാഠഭാഗമോ പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അതായത് വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. അതുപോലെ തന്നെ വിവിധതരം പഠന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, സംവാദാത്മക പഠനം, ഗവേഷണാത്മക പഠനതന്ത്രം, നിർമ്മാണാത്മകം, സർഗാത്മക പഠനതന്ത്രം, വ്യക്തിഗത പഠനം, സംഘ പഠനതന്ത്രങ്ങൾ, ഇതെല്ലാം പഠന തന്ത്രങ്ങളാണ്.
ഇനി കുട്ടികൾ നേരിടുന്ന പഠന വൈകല്യങ്ങളൊന്ന് വേഗത്തിൽ നോക്കിയാലോ. എന്തൊക്കെ വൈകല്യങ്ങൾ? വായനാ വൈകല്യം, ലേഖന വൈകല്യം, ഗണിത വൈകല്യം, സംസാര ഭാഷയിലുണ്ടാകുന്ന വൈകല്യം, ഇതെല്ലാം വൈകല്യങ്ങളാണല്ലേ. ഈ വായനാ വൈകല്യം എന്താണ്? ഡിസ്ലെക്സിയ എന്ന് പറയാറുണ്ടല്ലേ. അക്ഷരങ്ങളും ചിഹ്നങ്ങളും ശബ്ദങ്ങളും ഒക്കെ മാറിപ്പോവുക, വാക്കുകൾ വരികൾ തന്നെ വിട്ടുപോകുന്ന, അക്ഷരം മാറിപ്പോവുക, ഇതെല്ലാം വായനാ വൈകല്യമാണ്, അല്ലെങ്കിൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നതാണ്. ഇനി ലേഖന വൈകല്യം അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ അല്ലേ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ലേഖന വൈകല്യം ലിഖിത പ്രകടന ശേഷിയിൽ എന്താണ് അവനെ സാരമായിട്ടുള്ള ബാധിക്കുന്നതാണ് അല്ലേ ലേഖന വൈകല്യം. കൈയക്ഷരം അല്ലെങ്കിൽ സ്പെല്ലിംഗ്, ആശയങ്ങൾ രൂപീകരിക്കുന്നതിലുള്ളത്, അക്ഷരങ്ങൾ, വാക്കു എന്നിവ വിട്ടുപോവുക, ഇതെല്ലാം തന്നെ ലേഖന എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ റൈറ്റിംഗ് ഡിസോർഡർ എന്നോ ഡിസ്ഗ്രാഫിയ എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നു. അപ്പോൾ ഗണിത വൈകല്യം എന്താണ്? ഡിസ്കാൽക്കുലിയ അല്ലേ, മാത്തമെറ്റിക്കൽ ഡിസോർഡറാണ്. അക്കങ്ങളും അക്ഷരങ്ങളും എഴുതുന്നതിനുള്ള പ്രയാസം, ഗണിത പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിനും അവയെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ, സമയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, സംഖ്യാബോധം, സ്ഥാനവില എന്നിവയുടെ വ്യക്തതയില്ലായ്മ, അക്കങ്ങൾ തിരിഞ്ഞു പോവുക, ഇതെല്ലാം തന്നെ ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ ഗണിത വൈകല്യത്തിൽ വരുന്നതാണ്. ഇനിയൊന്ന് ഏതാണ്? സംസാര ഭാഷ അപഗ്രഥന വൈകല്യം അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ. എന്താണ് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്? ശബ്ദങ്ങൾ അർത്ഥമുള്ള വാക്കുകളായി അല്ലെങ്കിൽ ഭാഷകളായി തിരിച്ചറിഞ്ഞ് അവ ആശയവിനിമയം നടത്താനുള്ള കഴിവില്ലായ്മ അല്ലേ, ആ വിനിമയത്തിലുണ്ടാകുന്ന തകരാറാണ്. ഭാഷാ സ്വീകരണത്തിനും പ്രകടനത്തിനും ബുദ്ധിമുട്ട് അല്ലെ, ഉചിതമായ വാക്കുകൾ ഉച്ചരിക്കാൻ കിട്ടില്ല, ഇത്തരം കാര്യങ്ങളാണ് സംസാര ഭാഷ അപഗ്രഥന വൈകല്യം അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിലാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതെല്ലാം തന്നെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അത് നിങ്ങൾക്ക് എന്താവും, അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മാത്രം കാണുന്നവർ തൊട്ട് മുന്നേയുള്ള വീഡിയോസ് കൂടെ കാണുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതിൽ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടും മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.